സമയമില്ല കേട്ടോ, പോവാണ്. പെട്ടെന്ന് ചോദിച്ചത് ഫൈനൽ അടിപൊളിയല്ലേ? എന്താ കുഴപ്പം? അനുമോൾ അടിക്കുന്ന പ്രതീക്ഷിച്ചായിരുന്നോ? അനുമോൾ അടിക്കുന്ന അറിയാമായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. പ്രഡിക്റ്റഡ് അല്ലായിരുന്നു, നിങ്ങളെല്ലാവരും പ്രഡിക്റ്റ് അല്ലായിരുന്നോ? ഞാൻ മാത്രമല്ലല്ലോ. അപ്പൊ അനീഷിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? അനീഷിനെ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷയില്ലായിരുന്നു. അനീഷിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അനീഷ് ഓർ സമ്മൺ. ബട്ട് അനുമോളാണ് കിട്ടിയത്. അനുമോളാണ് കിട്ടുമെന്ന് അറിയാമായിരുന്നു, ബിക്കോസ് ഓഫ് ദ PR. എല്ലാവരും PR ചെയ്ത് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവള് പിന്നെ കുറച്ചുകൂടെ കളിച്ചില്ലെന്ന് പറയുന്നില്ലേ? തീർച്ചയായിട്ടും കളിച്ചില്ലെന്ന് പറയുന്നില്ല. പിന്നെ അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരൊക്കെ അതിനകത്തുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാതെ. അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരനകത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കണ്ടല്ലേ, ഞാൻ എടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വിജയിച്ചത് അനുമോളാണ്. വിജയിച്ച അനുമോളാണ്, ഇനിയിപ്പോൾ അത് ക്വസ്റ്റൻ ഇല്ല, കാരണം ഗെയിം ഓവർ. എന്തോ അനുമോളോടുള്ള അസുഖകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അനുമോളോട് എന്താ? ഏത് ചാനല്? ഞാൻ ജിഞ്ചർ മീഡിയ. ജിഞ്ചർ മീഡിയ മര്യാദയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്ത്? അല്ല, നമുക്കിപ്പോ കപ്പെടുത്ത് എനിക്ക് എന്തിനാ അസൂയ? നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അനുമോളാണ്, എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലുള്ള എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഞാൻ എന്റെ മനസ്സിലുള്ളതല്ലേ പറയുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പറയണമെന്ന് ക്വസ്റ്റ്യൻ. ഞാനൊരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ എന്നോട് പറയരുത് നിങ്ങൾ പറയുന്ന ആൻസർ പറയാനായിട്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ചോദിച്ചതാ. അപ്പൊ അങ്ങനെ മര്യാദ കീപ്പ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഈ ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയതുകൊണ്ടാണ് അനുമോൾ വോട്ട് കൂടിയെന്ന് തോന്നുന്നുണ്ടോ? ശൈത്യ പിന്നിൽ നിന്ന് ആരെ കുത്തിയത് നിങ്ങൾക്ക് അറിയാവോ? ശൈത്യ കുത്തിയത് എങ്ങനെ അറിയാം? ജനങ്ങൾ കണ്ട്, ജനങ്ങള് 24/7 ബിഗ് ബോസ് കാണിക്കുന്നില്ലോ, 8 hours ആ കൂടെ കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ പലതവണ നടന്നിട്ടുണ്ട്. പിന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല, പിന്നിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ കുത്തിയത്, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആളാണ്. അതൊക്കെ ശൈത്യയോട് തന്നെ ചോദിക്കുക നേരിട്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് അനീഷായിരുന്നു. അനീഷ് ഒരു കോമണർ വേറെ എന്ന് വെച്ചാൽ അതൊരു ഹിസ്റ്ററി ആയി മാറുമായിരുന്നു. ഒരു കോമണർ ഒരു 99 days 100 days നിൽക്കുക, അവർക്ക് ഒരു കപ്പ് കിട്ടുക എന്ന് പറയുന്നത് അടുത്ത കോമണേഴ്സിന് ഒരു എന്താ പറയുക, ഒരു പ്രോത്സാഹനമാകുമായിരുന്നു സാധാരണക്കാർക്ക്. അനുമോൾ എസ് എ സെലിബ്രിറ്റിയോ, അനുമോളോട് നമുക്ക് അസൂയം കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അവർ ഓൾറെഡി സെലിബ്രിറ്റിയാണ്. 1 million സബ്സ്ക്രൈബേഴ്സും ആരാധകരുമായിട്ടാണ് അതിനകത്ത് കയറിയത്. പക്ഷേ നോർമലി എന്താ പറയുക, ഒരു PR അലിഗേഷൻ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഇപ്പം പിന്നെ ആര്യൻ top 5 എത്തുമെന്ന് കരുതിയിരുന്ന ആളാണ്, top 3 ഉണ്ടെന്ന് കരുതിയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ അനുമോൾ കളിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, അനുമോൾ കുറച്ചൊക്കെ കളിച്ചിരുന്നു. ബട്ട് കുറച്ചൊക്കെ അവരൊരു പക്ഷേ കാൽഭാഗം കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു 50% PR കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കും. എല്ലാവർക്കും PR ഉണ്ട്, അവർക്ക് എനിക്ക് PR ഇല്ല. ഒരു 3-4 പേർക്ക് ഒഴിച്ച് 3-4 പേർക്ക് ഒഴിച്ച് 3-4 പേർക്ക് ഒഴിച്ച് മിക്കവർക്കും PR ഉണ്ട്. അപ്പോൾ PR ഉള്ളവർക്ക് അനുമോളെ കളിയാക്കാൻ യാതൊരു റൈറ്റും ഇല്ല. എനിക്കറിയില്ല. ഇതിന്റെ ഒരു ഗെയിമായിട്ട് കൂട്ടിക്കൂടെ? അതായത് PR ഗുഡ് വേ, മറ്റുള്ളവരുടെ ചാനലിൽ കയറി PR വെക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമയമായിട്ട് ഇനി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവന്റെ കോട്ടയം. അല്ല, നെവിനെ കുറിച്ച് നെവിൻ ഈസ് എ നൈസ് പേഴ്സൺ. ഈ സത്യം പറഞ്ഞാൽ വെറൈറ്റി ആയിട്ട് എനിക്കും നെവിനെ ഭയങ്കര നെവിന്, അതായത് നമുക്ക് ഒരു നല്ല എന്റർടൈൻമെന്റും അതുപോലെ നല്ലൊരു വെറൈറ്റി കണ്ടന്റ് തന്ന വ്യക്തിയാണ് ഈ എവറി മിനിറ്റ്. സോ ഹി ഡിസേർവ് ദ കപ്പ് എന്ന് ആഗ്രഹിച്ചു. നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, പിന്നെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, പിന്നെ PR. സോ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഇതില്? നോ കമന്റ്സ്. ആ ചോദ്യം